ഇതെന്താണിത്, വനമോ? കൊള്ളാം. ഇത് പശുവിന് കൊടുക്കുന്ന പുല്ലാണ്. ഇതിന് മുന്നേ ഞാൻ ഇവിടുത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, പശുവിന് കൊടുക്കുന്ന പുല്ലാണ്. എല്ലാവരെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ മോനുണ്ട്, ബ്രദറിൻ്റെ മക്കളുണ്ട്, 3 ബ്രദറിൻ്റെ മക്കളുമുണ്ട്. ഇതാ ആ കാണുന്നതാണ് പള്ളിക്കാരുടെ ഓഫീസ് കേട്ടോ. ഞാൻ വളരെ പതുക്കെ പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. അയ്യോ, കണ്ടിട്ട് തന്നെ പേടി വന്നിട്ടോ. മുമ്പ് ഇതിൽ കൂടെ വീഡിയോ എടുത്തുകൊണ്ടൊക്കെ ഞാൻ വന്നതാണ്. അപ്പുറത്തൊക്കെ റബ്ബർ വെച്ച് കേട്ടോ അവിടെ. മറ്റതെല്ലാം മുറിച്ചിട്ട് വീണ്ടും വേറെ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. തിരിച്ചു പോകാം. പ്രത്യേകിച്ച് എന്തോ കാണാനുള്ളത് ഒന്നുമില്ല. പക്ഷേ എനിക്ക് വീണ്ടും ഇങ്ങനെ എടുക്കാൻ തോന്നും കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കാണാനായിട്ട്. പക്ഷേ ഈ ഫോട്ടോയിൽ വീഡിയോയിൽ എത്രത്തോളം അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാവരും പോകാനായിട്ട് ഇറങ്ങി. ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ നോക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട്. ഇങ്ങനെ നല്ല ഭംഗിയാണ്. പക്ഷെ തിരിച്ചെടുക്കുന്നതിനേക്കാളും ഭംഗി തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ ഇതിൽ കാണാനായിട്ട്. ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കാൻ വൈകുന്നേരം കാറ്റുകൊണ്ട് നടക്കും. പക്ഷേ ഇത് സമയം എത്രയെന്നറിയുമോ? ഇതിപ്പം 6 മണി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. വൈകുന്നേരം പെരുന്നാളൊക്കെ കഴിഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് രാത്രി 11 മണിയായി. അവനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ട് വീട്ടിലെത്തിയപ്പോൾ 11 മണിയായി രാത്രിയിൽ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രാത്രി 8 മണിയായി. പിന്നെ അവിടുന്ന് വണ്ടി വിളിച്ചൊന്നും വരാൻ പറ്റില്ല. അവനെ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ സ്റ്റാൻഡിൽ വന്നു. അവിടെ നിന്ന് ബസ്സിലാണ് വന്നത്. കുഴപ്പമില്ല, അവിടെ നിൽക്കുന്ന അവനും ഈ കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അവന് റെസ്റ്റ് എടുക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഡോക്ടർ വിട്ടത്. അത്രയ്ക്ക് പ്രശ്നമായിട്ടാണ് അവിടെ കിടന്നത് തന്നെ. നല്ല രസമായിട്ട് കാണാനായിട്ട്. ഇങ്ങനെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സൂം ചെയ്ത് നോക്കി എത്രത്തോളം അറിയാൻ പറ്റും നോക്കട്ടെ. കൊള്ളാം കേട്ടോ. നമ്മൾ വേറെ ഏതോ സ്ഥലത്ത് ചെന്നതുപോലുള്ള ഒരു ഫീലാണ് ഇത് കാണുമ്പോൾ. കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. ദൂരെ കണ്ണിലെ അതാണ് വീട് കേട്ടോ. പിള്ളേരുടെ ബഹളം അവിടെ നിന്നുണ്ട്. അതും കൂടെ ഇതിനകത്ത് ഞാൻ ലൈവായിട്ട് അത് സൗണ്ട് കൊടുക്കുകയാണ്. അവർ ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി കേട്ടോ. ആ റബ്ബർ തോടിനകത്ത് കയറുമ്പോൾ അവിടെ എന്തെങ്കിലും കാണും, പോവല്ലേന്നൊക്കെ പറഞ്ഞു. ഇഴജന്തുക്കളൊക്കെ കാണത്തില്ലേ? അല്ലാതെ കടുവൻ പുലിയൊന്നുമില്ല, അതൊക്കെ ഞാൻ വെറുതെ തമാശയ്ക്ക് പറയുന്നത് കേട്ടോ. ഇഴജന്തുക്കളൊക്കെ കാണത്തില്ലേ, മഴയല്ലേ. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാര്യം കുറച്ച് പാടാട്ടോ. വഴി കാണണം, നിങ്ങൾക്ക് വഴി കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് വഴിയുടെ അവസ്ഥ. പറയുന്നതൊക്കെ തെറ്റിപ്പോകട്ടോ. ഹോസ്പിറ്റലിൽ നിന്നും എന്താ പറയാൻ, എൻ്റെ സൗണ്ടൊക്കെ ആകെ പ്രശ്നമായി. സൗണ്ടൊക്കെ പോയി. ഞാൻ വീട്ടിൽ വരുന്നത് വരെ വീഡിയോ എടുക്കാൻ പറ്റില്ല. വീട്ടിൽ വന്നിട്ട് ഒരാൾ തിരിച്ച് വരുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എഡിറ്റ് ചെയ്ത് ഇടണം. പക്ഷേ സൗണ്ട് എങ്ങനെ കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. എൻ്റെ സൗണ്ട് പോയി. ഇപ്പം കുറച്ച് ഇത്രയെങ്കിലും ഉണ്ട്. നേരത്തെ ഇത്ര പോലും ഇല്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് തൊണ്ട അടയ്ക്കും. അപ്പോൾ പറയുന്നത് ക്ലിയറായിട്ട് വരത്തില്ല. അതാണ് പ്രശ്നം. കൂടെ നടന്ന് വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ അവന് നടക്കാൻ വയ്യ. അവൻ ഓടിപ്പോവുക. ഈ വഴിയിൽ നടക്കുന്ന ക്യാമറ നോക്കി നടന്ന ഇവിടെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം വീണ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവും. കാല് മുറിയും. കല്ലിളക്കല്ലേ? ഇതെവിടെ ഇരുന്നത് കല്ല്? അവിടെ കിടന്ന നീ പിളക്കിയതല്ലോ. അതപ്പോൾ അവിടെ കിടന്നോട്ടെ. അതിന് വണ്ടിയിൽ വരുന്നവർ തട്ടി വീഴുമോ? എങ്ങനെ തട്ടിപ്പോയതാണെന്ന് തോന്നുന്നു. എൻ്റെ സൗണ്ട് ഒക്കെ പോയി. ആ കല്ലവിടെ ഒതുക്കി വെച്ചു. അങ്ങനെ സൗണ്ട് ഭയങ്കര പ്രശ്നം. ഇപ്പോൾ പറയുന്നതിന് എല്ലാ സൗണ്ടും എല്ലാ അക്ഷരങ്ങളും ഒന്നും വ്യക്തമായിട്ട് ക്ലിയറായിട്ട് വരുന്നില്ല. തൊണ്ട പ്രശ്നമായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ കൊണ്ട് നിർത്താം. അപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എഡിറ്റ് ചെയ്ത് സൗണ്ട് കൊടുക്കേണ്ട ഒരു സമയമേ ഉള്ളൂ. ഇവിടെ വന്നപ്പോൾ ഇവിടെ കൃഷി അറിയുന്ന ആൾ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നോക്കാനായിട്ട് ഒരാളുണ്ട് കേട്ടോ കൃഷി ചെയ്യുന്നത്. അപ്പോൾ എടുത്ത് വെച്ച് വാഴക്കൂമ്പ് വേണ്ടേന്ന് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ തന്നേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വാഴക്കൂമ്പ് ഇവിടെ പിള്ളേർക്കൊന്നും ഇഷ്ടം, എല്ലാവരും കഴിക്കത്തില്ല. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ അത് വെച്ചിട്ട് വീഡിയോ ആക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് അത് ഞാൻ തരാൻ പറഞ്ഞു. അങ്ങനെ അത് എടുക്കാനായിട്ട് ആൾ പോയിട്ടുണ്ട്. അത് കൊണ്ടുവരട്ടെ. ഈ വാഴക്കൂമ്പ് കഴിയുമോ? കൂമ്പില്ല, കൂമ്പ് എൻ്റെ കൊലയിൽ പിടിക്കുന്നില്ല. കണ്ടിട്ടുണ്ട് വാഴക്കൂമ്പ് എന്ന് പറയുന്നത് അറിയോ? അത് തോരൻ വെച്ചാൽ കഴിക്കുമോ? കഴിക്കത്തില്ല. നിന്നെ ഇങ്ങനെ കാണിക്കട്ടെ. കാണിച്ച്
വാഴക്കൂമ്പ് എന്താണെന്ന് പിള്ളേർക്ക് എങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും? എന്തായാലും ഭാഗ്യത്തിന് അവൻ അറിയായിരുന്നു വാഴക്കൂമ്പ്. അറിയാമെന്ന് പറഞ്ഞു ഉള്ളതാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കൊണ്ടുവരട്ടെ, എന്നിട്ട് അതിന് ശേഷം നിർത്താം വീഡിയോ. കൂമ്പ് കിട്ടി, ഒന്നവൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഇത്രയുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നത് എന്തായിരുന്നാലും. അയ്യോ മോനെ ഇപ്പോൾ പോടാ, കറ വരുന്നുണ്ട്. ഒന്നുകൂടെ പിടിക്കാൻ പറ്റുമോ? കാരണം താഴത്ത് പിടിക്കണേ, തിരിച്ച് പിടിക്കണേ. ഇതിപ്പുറത്ത് മുകളിലത്തെ പിടിക്കുക, കറയിട്ട് വീഴുന്നുണ്ട്, ഡ്രസ്സിൽ മാറ്റി പിടിക്കുക. അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് തോരനൊക്കെ വെക്കുന്നത് പിന്നെ ഒരു വീഡിയോയിലിട്ടാം. മോനെ ചേർത്ത് പിടിക്കില്ലേ, ഡ്രസ്സിൽ നിന്ന് മാറ്റി പിടിച്ചോ. അപ്പോൾ ഇത് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇവിടെ കൊണ്ട് നിർത്താം. ബായ്.